ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷോർട്ട് സ്ട്രാങ്കിളിനെ കുറിച്ചാണ്. എന്താണ് ഷോർട്ട് സ്ട്രാങ്കിൾ? അതായത് ഔട്ട് ഓഫ് ദ മണി കോളും സെല്ല് ചെയ്യുക, ഔട്ട് ഓഫ് ദ മണി പുട്ടും സെല്ല് ചെയ്യുക. അതായത് നമ്മൾ ഒ ടി എം കോൾ എന്ന് പറയുമ്പോൾ ഇതുവരെ എത്താൻ സാധ്യതയില്ലാത്ത, ഇപ്പോൾ മുകളിലേക്ക് പോകാനാണ് മാർക്കറ്റിന് എപ്പോഴും പ്രയാസം, അതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഒ ടി എം കോള് നമ്മൾ സെല്ല് ചെയ്യാണ്. അതായത് ഞാനിവിടെ 23,100 കണ്ട, ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. 23,100 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് ഞാൻ സെല്ല് ചെയ്തു. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 22,500 പുട്ട്, അതും ഞാൻ സെല്ല് ചെയ്തു. അതായത് ഒരു കോളും സെല്ല് ചെയ്തു, ഒ ടി എം, ഒരു പുട്ടും ഞാൻ സെല്ല് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്താണ്? മാർക്കറ്റ് ഈ ഒരു ഞാൻ ഈ സെല്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എവിടെ നിന്നാലും എനിക്ക് പ്രോഫിറ്റാണ്. അതായത് ഈ സെല്ലിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും, ഈ സെല്ലിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും. അതായത് ഇതൊരു നോൺ ഡയറക്ഷണൽ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇലക്ഷനൊക്കെ കണ്ട് വന്നേ ഉള്ളൂ. എക്സിറ്റ് പോൾ റിസൾട്ട് വന്നു, മാർക്കറ്റ് 600 പോയിൻറ്റ്സ് അപ്പായി, വൺ പ്രോഫിറ്റ്, പോർട്ട്ഫോളിയോ ഒക്കെ നല്ല പച്ച കത്തി കിടക്കാണ്. അതിനുശേഷം റിസൾട്ടിൻ്റെ അന്ന് വളരെ ശോകമായിട്ട് മാർക്കറ്റ് നന്നായിട്ട് താഴെ പോയി. അതായത് എക്സിറ്റ് പോൾ റിസൾട്ട് വന്ന് എത്ര പോർട്ട്ഫോളിയോ കയറിയോ അതിൻ്റെ ഇരട്ടി പോർട്ട്ഫോളിയോ നമ്മുടെ താഴെ പോയി. പിറ്റേ ദിവസം വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറി. ഹൈലി വോളറ്റൈൽ ഡേയ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കാരണം മാർക്കറ്റ് ഒന്ന് നോർമൽ ആവട്ടെ, അതിന് ശേഷം നമുക്കിതൊക്കെ ചെയ്യാം. അപ്പോഴാണ് ഇതൊക്കെ നല്ല റിസൾട്ട് തരുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ 22,500 എത്താൻ സാധ്യതയില്ലാത്ത പുട്ട് ഔട്ട് ഓഫ് ദി മണി, അല്ലെങ്കിൽ 23,100 എത്താൻ സാധ്യതയില്ലാത്ത കോൾ, ഒ ടി എം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ ഇപ്പോഴത്തെ ഒരു വോളറ്റിലിറ്റി അനുസരിച്ച് ഈ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നതുകൊണ്ട് അത് പറയുമ്പോൾ മനസ്സിൽ എനിക്കിപ്പോഴും തോന്നുകയാണ്. ഒരു വാണിംഗ് തന്നെ തരുകയാണ്. തൽക്കാലം ഈ ഡേയ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വെക്കുക. ബിക്കോസ് നമുക്കറിയില്ല, വലിയ മൂവ്മെൻറ്റ്സ് ആണ് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് വലിയ മൂവ്മെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഫസ്റ്റ് ഷോർട്ട് സ്ട്രാങ്കിൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മൾ വിചാരിച്ച പോലെയല്ല, മാർക്കറ്റിൽ നല്ല മൂവ്മെൻ്റ് ആയി 23,500 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ നമുക്ക് ഈ കോൾ സെല്ലിൽ നിന്ന് എന്ത് വരും? കോൾ സെല്ലിൽ നിന്ന് ലോസ് വരും. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് പോയി നമ്മുടെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് പുട്ട് സെല്ലിൽ നിന്നും നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ ഇവിടുത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഡിഫൈൻഡ് റിസ്ക് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എത്ര റിസ്ക്, അതായത് എത്ര ലോസ് വേണമെങ്കിലും നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിന്നിങ് ചാൻസ് ഏകദേശം 78% ഉണ്ട്. പക്ഷേ എങ്ങാനും നമ്മുടെ ഈ ഒരു റേഞ്ച് വിട്ട് മാർക്കറ്റ് പോയാൽ, പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വലിയ ലോസുകൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ രണ്ട് റേഞ്ചിലാണ് നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ്. അപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, ഷോർട്ട് സ്ട്രാങ്കിൾ. അപ്പോൾ ഇതെന്താണ്? ഒരു നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഇനി ഞാൻ എൻ്റെ ഈ പുട്ട് സെല്ല് ഞാനൊന്ന് ക്യാൻസൽ ചെയ്ത് കളയണം. അതായത് മാർക്കറ്റിന് എപ്പോഴും താഴേക്ക് പോകാനായിട്ട് വളരെ വലിയ ടെൻഡൻസിയാണ്. താഴേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയ പൊട്ടലുകളാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ താഴെയുള്ള സെല്ല് ഒഴിവാക്കി മുകളിലുള്ള സെല്ല് മാത്രം കീപ്പ് ചെയ്യാണ്. അതായത് 23,100 താഴെ മാർക്കറ്റ് എവിടെ നിന്നാലും ഈ ഓപ്ഷൻ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ബിക്കോസ് ഞാൻ കോൾ സെല്ല ചെയ്തിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് അന്ന് എനിക്ക് ഫുൾ പ്രോഫിറ്റ് അതിൻ്റെ ബുക്ക് ചെയ്യാൻ പറ്റും. അല്ല, അതിന് മുമ്പ് പ്രോഫിറ്റ് വന്നാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണതിൽ ഒരു പ്രശ്നമില്ല. ഒരുപാട് പേരുടെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ ബൈ ചെയ്താൽ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്താൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് അന്ന് മാത്രമാണ് അത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് എപ്പോൾ പ്രോഫിറ്റ് വന്നാലും ബുക്ക് ചെയ്യാം. അല്ല, ലോസ് കൂടുന്നതിനനുസരിച്ച് അത് എക്സിറ്റും ചെയ്യാം. അതിനൊന്നൊരു പ്രശ്നമില്ല. പക്ഷേ എക്സ്പയറി ഡേറ്റ് അന്ന് വരെ നിന്നാൽ മാത്രമാണ് നമുക്ക് സെല്ല് ചെയ്തതിൻ്റെ ഫുൾ ബെനിഫിറ്റ്, അതായത് 23,100 സീറോ ആയി പോയി അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ കോൾ സെല്ല്, ഒ ടി എം കോൾ സെല്ല് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ താഴെ മാർക്കറ്റ് എവിടെ നിന്നാലും എനിക്ക് ഈ ഒ ടി എം കോൾ സെല്ല് പ്രോഫിറ്റാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഒരു ഡയറക്ഷണൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡയറക്ഷണൽ സെല്ലിംഗ് ആണ്. മാർക്കറ്റ് താഴേക്ക് എവിടെ നിന്നാലും എനിക്ക് പ്രോഫിറ്റാണ്. ബട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോസാണ്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ 23,100 ഞാൻ സെല്ല് ചെയ്തിട്ടു.
ഇനി എൻ്റെ നിർഭാഗ്യത്തിന് ഈ 23,100 കഴിഞ്ഞ് മാർക്കറ്റ് പോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവിടെ അൺഡിഫൈൻഡ് ലോസ് ആണ് എൻ്റെ. അതായത് എപ്പോഴും ഇപ്പം 100 രൂപയ്ക്കാണ് നമ്മൾ സെല്ല് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവരും ചോദിച്ചു 100 രൂപയ്ക്ക് സെല്ല് ചെയ്യാനായിട്ട് എന്തിനാണ് ഏകദേശം 1 lakhൻ്റെ അടുത്ത് അല്ലെങ്കിൽ 80,000 90,000 അടുത്ത് നമുക്ക് ഇത് സെല്ല് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അത്രയും ക്യാപിറ്റൽ സെല്ല് ചെയ്യാനായിട്ട് ചോദിക്കുന്നതെന്ന് അറിയാമോ? ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്തു, ഇത് 90ആയി 80ആയി 60ആയി എത്ര ആയാലും നമുക്ക് ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രോഫിറ്റാണ്. ബിക്കോസ് പ്രീമിയം കുറഞ്ഞു വരുന്നതോറും ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രോഫിറ്റാണ്. നേരെ മറിച്ച് ഈ 100 110ആയി 120ആയി 130ആയി അങ്ങനെ ഇതിൻ്റെ പ്രീമിയം കൂടിയാലോ സെല്ലേഴ്സിന് അത് ലോസാണ്. ഓക്കെ, അപ്പോൾ ഈ 100 രൂപ എത്ര രൂപ വരെ വേണമെങ്കിലും പോവാം. ഓപ്ഷൻസിൽ 100 രൂപ 1000 രൂപ വരെ ആയിട്ടുണ്ട്, അങ്ങനെ ചരിത്രങ്ങളുണ്ട്, അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ അത്രയും ലോസ് നമുക്ക് കിട്ടുകയാണ്. ഈ ലോസായ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ലോസ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് മാർജിൻ അവർ കൂടുതൽ വാങ്ങി വെക്കുകയാണ്. അതിൻ്റെ ലിമിറ്റിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോളൊക്കെ വരും ബ്രോക്കർ ടെർമിനലിൽ നിന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അല്ല, അത് ഒരുപാട് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഒക്കെ വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ അവർ മേടിച്ച് വെക്കുന്നത്. അല്ലാതെ സെല്ല് ചെയ്യുമ്പോൾ 1 ലക്ഷം മേടിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ 1 ലക്ഷം രൂപ അവർ റെഡ്യൂസായി പോവും, 1 ലക്ഷം നഷ്ടമാവും എന്നൊന്നുമില്ല. നമ്മുടെ പ്രീമിയം കൂടുമ്പോൾ നമുക്ക് വരുന്ന ഓവർ നഷ്ടം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ മാർജിൻ നമ്മുടെ നിന്ന് വാങ്ങി വെക്കുന്നത്. പക്ഷേ ബയേഴ്സിന് പ്രശ്നമല്ല. അതായത് 100 രൂപയ്ക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയാലുള്ള പൈസ മാത്രമേ അവർക്ക് ലോസ് ആവുന്നുള്ളൂ. എത്ര രൂപ മുകളിലേക്ക് പോയാലും ബയേഴ്സിന് പ്രോഫിറ്റാണ്. അത് ബ്രോക്കർക്ക് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് 3-4 നമുക്കത് പ്രോഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പൈസയുടെ ആവശ്യമില്ല. ആ പ്രീമിയം സ്പെൻഡ് ചെയ്യേണ്ട ക്യാപിറ്റൽ മാത്രം നമ്മുടെ നിന്ന് ഈടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ചുമ്മാ ഒരു OTM കോൾ ഞാൻ സെല്ല് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്ന അൺലിമിറ്റഡ് റിസ്ക് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ലോസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആക്കാൻ. ഞാനത് ഓപ്സ്ട്രിയിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 100 പോയിന്റ് മുകളിലുള്ള 100 പോയിന്റ് മുകളിൽ എന്ന് പറഞ്ഞാൽ എത്ര? 23,200 കോൾ ഞാൻ ബൈ ചെയ്തു. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ കോൾ ബൈ ചെയ്തത്? ഇവിടെ ഹെഡ്ജിങ് എന്താ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പൊസിഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഹെഡ്ജ് ചെയ്ത് സെല്ല് ചെയ്താൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടും, റിസ്ക് കുറവാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അതായത് ഈ കോൾ സെല്ലിൻ്റെ താഴെ മാർക്കറ്റ് എവിടെ നിന്നാലും എനിക്ക് പ്രോഫിറ്റ് ആണ്. ഈവൻ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് അൺഡിഫൈൻഡ് ലോസ് ആണ്. ആ അൺഡിഫൈൻഡ് ലോസ് ഞാൻ ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 100 പോയിന്റ് മുകളിലുള്ള ഒരു കോൾ ഞാൻ ബൈ ചെയ്തു. അപ്പോൾ എന്തായി? ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലും ഈ 23,200 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ എനിക്ക് കോൾ ബൈ എന്ത് തരും? പ്രോഫിറ്റ് തരും. അപ്പോൾ കോൾ സെല്ല് ലോസ് വരുമ്പോൾ കോൾ ബൈ പ്രോഫിറ്റ് തരുന്നതുകൊണ്ട് എൻ്റെ അൺഡിഫൈൻഡ് ലോസ് അവിടെ ഡിഫൈൻഡായി. അത്രയേ ഉള്ളൂ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓപ്ഷനിലിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നുള്ളത്. അതായത് ഈ മാർക്കറ്റ് ഇതിൻ്റെ താഴെ എവിടെ നിന്നാലും പ്രോഫിറ്റ്, എങ്ങാനും നമ്മുടെ ഇത് എന്താ പറയുക, നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് എങ്ങാനും ഇത് മുകളിൽ പോയാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ബിക്കോസ് എത്രയൊക്കെ വന്നാലും അതായത് 78% വിന്നിങ് ചാൻസ് ഉണ്ട്. എങ്ങാനും അതിൻ്റെ ആ ഒരു ബാക്കി ശതമാനം ലോസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പൊസിഷനെ ഹെഡ്ജ് ചെയ്ത് വെച്ചു. ഇനി ഇതുപോലെ തന്നെ ഇതും ചെയ്തിരിക്കുന്നത് എന്താണ്? ഡയറക്ഷണൽ സ്ട്രാറ്റജി തന്നെയാണ്. ഇതുപോലെ തന്നെ ഞാൻ 23,500 പുട്ട് സെല്ല് ചെയ്ത കാര്യം പറഞ്ഞു. നമ്മൾ പുട്ട് സെല്ല് ചെയ്തു. അപ്പോൾ ഈവൻ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് ലോസ് വരും. അപ്പോൾ ആ പൊസിഷനെയും കൂടി നമ്മൾ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഞാനൊരു 100 പോയിന്റ്, എത്ര പോയിന്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യണം. നമ്മുടെ ലോസ് ബെയർ ചെയ്യുന്നതിനനുസരിച്ച് ഞാനൊരു 100 പോയിന്റ്സ് ഇവിടെ എടുത്തു. 22,500 100 പോയിന്റ്സ് കുറയ്ക്കണം. അപ്പോൾ എത്രയാണ്? 22,400 പുട്ടും ഞാൻ ബൈ ചെയ്ത് വെച്ചു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ക്രെഡിറ്റ് സ്പ്രെഡ് എന്നാണ്. അതായത് ഈ ഒരൊറ്റ കോൾ സെല്ല് കോൾ ബൈ നമ്മൾ ചെയ്ത ഒരു ക്രെഡിറ്റ് സ്പ്രെഡ്, പുട്ട് ബൈ പുട്ട് സെല്ല് നമ്മൾ ചെയ്ത വേറൊരു ക്രെഡിറ്റ് സ്പ്രെഡ്. ഈ 2 ക്രെഡിറ്റ് സ്പ്രെഡും കൂടി ഒരുമിച്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയൺ കോണ്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സെല്ലിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി. OTM കോൾ സെല്ല് ചെയ്യുക, OTM കോൾ ബൈ ചെയ്യുക, OTM പുട്ട് സെല്ല് ചെയ്യുക, OTM പുട്ട് ബൈ ചെയ്യുക,
പ്രോപ്പർലി നമ്മുടെ എല്ലാ ലെഗുകളും ഹെഡ്ജ് ചെയ്ത് വെച്ചു. സമാധാനമായിട്ട് നമുക്ക് ഓവർനൈറ്റ് കിടന്നുറങ്ങാം. അല്ല നേക്കഡ് ബൈ ഒക്കെ ചെയ്ത് വെച്ച ആളുകൾ ഇലക്ഷൻ്റെ സമയത്ത് എക്സിറ്റ് പോൾ റിസൾട്ട് കണ്ട് ഇലക്ഷനും പോസിറ്റീവായിരിക്കും, മാർക്കറ്റ് പറക്കുമെന്നൊക്കെ വിചാരിച്ച് ചെയ്തവർക്ക് പണി കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ. ഞാൻ എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ച എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇലക്ഷൻ്റെ സമയത്ത് മാറി നിൽക്കുക. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാനൊരു 50% ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഞാൻ ബുക്ക് ചെയ്തില്ല. ലോങ് ടൈമിലേക്കാണ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് നാൾ മുമ്പ് വാങ്ങിയതാണ്, ബുക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടെൻഡൻസി എടുത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എക്സിറ്റ് പോൾ കണ്ട് വളരെ സന്തോഷമായി, നല്ല പ്രോഫിറ്റ്. പക്ഷെ പിറ്റേ ദിവസം അതുപോലെ തന്നെ എന്താ പറയുക, മനസ്സ് താഴേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ കയറി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം ട്രേഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലരും കോൾ ബൈയും പുട്ട് ബൈയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വോളറ്റൈലായിട്ടുള്ള ഡേയ്സിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ട്രേഡേഴ്സ് മാറി നിൽക്കുക. മാർക്കറ്റ് അവിടെ തന്നെയുണ്ട്, എങ്ങും പോവില്ല. കൂട്ടുകാർക്ക് കിട്ടിയെന്നൊന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. മാർക്കറ്റ് അവിടെ തന്നെയുണ്ട്. നിങ്ങൾ പഠിക്കുക, കുറേശ്ശെ പൈസ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് ഞാൻ ഓപ്ഷനിൽ എങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എത്ര % പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെല്ലിംഗ് സ്ട്രാറ്റജി നമുക്ക് വെർച്വലി ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡറാണ് ഓപ്സ്ട്ര എന്ന് പറയുന്നത്. എല്ലാവരും പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. ഇപ്പോൾ ഞാൻ തിയറിറ്റിക്കലി പറഞ്ഞ പോലെയല്ല, പ്രാക്ടിക്കലി നമുക്കത് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഓപ്സ്ട്ര സ്ട്രാറ്റജി ബിൽഡർ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂ ടാബ് എടുക്കുക. എന്നിട്ട് ഓപ്സ്ട്ര തികച്ചും ഫ്രീ ആണിത്. ടൈപ്പ് ചെയ്യുക. നമ്മുടെ മെയിൽ ID യൂസ് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിൽ ബിൽഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അതിൽ നിഫ്റ്റി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻഡെക്സ് സെലക്ട് ചെയ്യുക. നിഫ്റ്റി വേണോ, ബാങ്ക് നിഫ്റ്റി വേണോ, ഫിൻ നിഫ്റ്റി വേണോ, എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് എല്ലാത്തിലും. പിന്നെ ഓരോ ഇൻഡെക്സിൻ്റെ എക്സ്പയറി ഡേയ്സ് അനുസരിച്ച് ചേഞ്ചസ് വരുന്നതാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. ബിക്കോസ് എക്സ്പയറി ഡേ നിഫ്റ്റിയുടെ ആണ് വ്യാഴാഴ്ച, ബാങ്ക് നിഫ്റ്റിയുടെ ബുധനാഴ്ചയാണ്, ഫിൻ നിഫ്റ്റി ചൊവ്വാഴ്ചയാണ്, മിഡ് ക്യാപ് നിഫ്റ്റി തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കാം. നിഫ്റ്റി സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ മാറ്റി ഓപ്ഷൻസ് ആക്കി. ആൻഡ് ഇവിടെ 27 ജൂൺ 2024 ആണ് എക്സ്പയറി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കമ്മിങ് എക്സ്പയറി കൊടുക്കാം. 13-ാം തീയതിയാണ് ഇനി അടുത്ത നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത്. 6-ാം തീയതി ഇന്നാണ് വീഡിയോ എടുക്കുന്ന അന്നാണ്. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ 13 ജൂൺ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ തൽക്കാലം ഒരു 23,000 സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ ബോർഡിൽ ചെയ്തപ്പോൾ 21,100 സെലക്ട് ചെയ്തത്. ഞാനിവിടെ 23,000 സെലക്ട് ചെയ്തു. കോള് തന്നെയാണ്. കോള് ബൈ ഓർ സെൽ, അതിൽ സെല്ല് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ. ഓപ്ഷൻസ് എക്സ്പയറി ഡേ, സ്ട്രൈക്ക് പ്രൈസ്, കോളാണ്, പുട്ടാണ്, സെല്ല് കൊടുത്തു. ആഡ് പൊസിഷൻ ആഡ് ചെയ്തിട്ട് ഇത് താഴേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, സെല്ല് 1 ക്വാണ്ടിറ്റി 13 ജൂൺ 2024 23,000 കോള്. പ്രീമിയം വളരെ കൂടുതലാണ്. ബിക്കോസ് ഇന്ന് ഒരു ഓപ്ഷൻ തീർന്ന് അടുത്ത ഓപ്ഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് 131 രൂപ പ്രീമിയം ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 75.3% പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് നമുക്ക് അതിനകത്തുണ്ട്. മാക്സിമം പ്രോഫിറ്റ് ഡിഫൈൻഡ് ആണ് 3,281 രൂപ. അതായത് നമ്മൾ സെല്ല് ചെയ്ത പ്രീമിയം മാക്സിമം 0 ആവുന്നത് വരെയാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ല കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആണ്. അപ്പോൾ സെല്ലിങ്ങിൽ എപ്പോഴും ലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. പക്ഷേ മാക്സിമം ലോസ് നോക്കിക്കേ, അൺഡിഫൈൻഡ് ലോസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ബെയർ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇതിന് വേണ്ട എസ്റ്റിമേറ്റഡ് മാർജിൻ എന്ന് പറയുന്നത് 55,810 രൂപയാണ് നമുക്ക് ഇതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ പേ ഓഫ് ചാർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഈ താഴെ മൂവ് ചെയ്യുന്ന ഈ ഒരു പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 23,000 താഴേക്ക് കണ്ടോ, 22,800, 600, അതിൻ്റെ എവിടെ നിന്നാലും നമുക്ക് ഗ്രീനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഗ്രീനാണ്, പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുന്നത്. അല്ല മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പേ ഓഫ് ചാർട്ട് താഴേക്കാണ്. നിങ്ങൾ നോക്കേണ്ടത് ഈ താഴത്തെ പ്രൈസാണ്. കണ്ടോ, 23,000, 24,000, അങ്ങനെയുള്ള 23,500, 400 അങ്ങനെ കൂടി വരുമ്പോഴാണ് നമുക്ക് അവിടെ ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ അൺഡിഫൈൻഡ് ലോസിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹെഡ്ജ് കൊടുക്കാം. ജസ്റ്റ് 100 പോയിൻറ്റ്സ് ആണ് ഹെഡ്ജ്. 100 നമുക്ക് കൊടുക്കണം, നമുക്ക് 50 പോയിൻറ്റ് ഹെഡ്ജ് കൊടുക്കാം. അപ്പോൾ സെയിം തന്നെ 13 ജൂൺ 2024 23,000 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 23,050 പോയിന്റിലാണ് ഞാൻ ഹെഡ്ജ് കൊടുക്കുന്നത്. കാരണം 23,000 എത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ കോള് തന്നെ ബൈ കൊടുക്കുക, ആഡ് പൊസിഷൻ,
യെസ്, അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ മാക്സിമം ലോസ് ഡിഫൈൻഡ് ആയി. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോസ് വരാൻ പോകുന്നത് 915 രൂപയാണ്. അതിൽ കൂടുതൽ ലോസ് വരില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റിമേറ്റഡ് മാർജിനും കുറഞ്ഞിട്ടുണ്ട്. കാരണം ബൈ എന്ന് പറയുന്നൊരു ഹെഡ്ജും കൂടി വയ്ക്കുമ്പോൾ നമുക്ക് 1 ലക്ഷത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ 1.5 ലക്ഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അവിടെ ക്യാപിറ്റൽ നമ്മുടെ കുറയും. അപ്പോൾ നമ്മൾ നമ്മുടെ പൊസിഷൻ ഹെഡ്ജ് ചെയ്തു. ഇനി നമുക്ക് പുട്ടും കൂടി നോക്കാം. പുട്ടിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 22,750 അപ്പോൾ പുട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ 300 പോയിൻറ്റ് മുകളിലാണ് കോൾ സെല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 300 പോയിൻറ്റ് താഴെ നമുക്ക് പുട്ട് കൂടി സെല് ചെയ്യാം. അപ്പോൾ 750 അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 400, 22,400 നമുക്ക് സെല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 22,400 എന്ന് ടൈപ്പ് ചെയ്തു. കോളിന് പകരം പുട്ടാക്കി, സെല്ല്, ആഡ് പൊസിഷൻ കൊടുത്തു. അതുപോലെ തന്നെ തൊട്ട് താഴെ 22,350 ഞാൻ ഹെഡ്ജ് കൊടുക്കുകയാണ്. 22,350 പുട്ട്, ബൈ കൊടുത്തു, ആഡ് പൊസിഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നോക്കുക, മാക്സിമം ലോസ് 628 രൂപയാണ്, ഡിഫൈൻഡ് ആയി. പക്ഷെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഇവിടെ വളരെ കുറഞ്ഞു, 38% ഉള്ളൂ. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് മാർജിൻ 24,000 രൂപയുടെ അടുത്താണ്. ഇത് ഒരു നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. അതായത് മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് വരത്തുള്ളൂ. അല്ല നേരത്തെ ചെയ്തത്, അതായത് പുട്ട് സ്പ്രെഡ് ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുട്ട് സെല്ലും പുട്ട് ബൈ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൾ 3-4, അതുപോലെ തന്നെ കോൾ സെല്ലും കോൾ ബൈയും ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തതും ഡയറക്ഷണൽ സ്ട്രാറ്റജി തന്നെയാണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ബിക്കോസ് നിങ്ങൾ പേ ഓഫ് ചാർട്ട് നോക്കിയാൽ അറിയാൻ കണ്ടത് ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ലോസാണ്, ഒരു ലിമിറ്റ് വിട്ട് മുകളിലോട്ട് പോയാൽ ലോസാണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 22,376 താഴെ പോയാലും 23,024 മുകളിൽ പോയാൽ നമുക്ക് ലോസാണ്. പക്ഷെ ആ റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷെ എങ്ങനെ ലോസ് വന്നാൽ കൂടെ നമ്മുടെ ലോസ് ലിമിറ്റഡ് ആണ്. സോ വളരെ റിസ്ക് കുറഞ്ഞൊരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഈ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഇതുള്ളത്. നമ്മുടെ കയ്യിൽ നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ റിസ്ക് കുറഞ്ഞ് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇതിൽ കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് മന്ത്ലി ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ. പാസീവായിട്ട് എപ്പോഴും നോക്കിയിരിക്കണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ കറക്റ്റ് എഡ്ജ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കൊരു മന്തിൽ ഒരു 4 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ട്രേഡ് ലോസ് ആയാൽ പോലും മന്ത്ലി നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് തന്നെയാണ് വരാനുള്ള ചാൻസ്. വളരെ റിസ്ക് കുറഞ്ഞൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലിട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ട്രിങ്കർ ആപ്ലിക്കേഷനിലിട്ട് നിങ്ങൾ ലൈവായിട്ട് ട്രേഡ് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ സെൻസിബിൾ ഇട്ടൊക്കെ ചെയ്ത് നോക്കി കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം റിയൽ ട്രേഡ് ചെയ്താൽ മതി. പിന്നെ ലിമിറ്റഡ് റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ല, ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ആയിട്ട് കാണും വരെ ബൈ ബൈ.